ഇന്ന് കേരളത്തിൽ 1000-ൽ കടന്നു ബാറുകൾ. ഇപ്പൊ അനുവദിക്കുന്ന ബാറുകളുടെ നമ്പർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവർ വെബ്സൈറ്റിൽ കൊടുക്കാറില്ല. കാരണം ഇതെല്ലാം രഹസ്യമായൊരു അജണ്ടയാണ്. സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ബഹുമാന്യനായ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ ഫലപ്രദമായി കാര്യക്ഷമമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തൊഴിലിരതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി ഫലപ്രദമായി കാര്യക്ഷമമായി ഒന്നും ചെയ്തിട്ടില്ല. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി, അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അവരുടെ നിലനിൽപ്പ് ഉറപ്പുവരെ ഭദ്രമാക്കാൻ വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, നമ്മുടെ അധ്വാനം മൂലം വിളയിച്ച നെല്ല് സർക്കാർ ഏറ്റെടുത്തിട്ട് സംഭരിക്കാൻ വേണ്ടി സർക്കാർ ഏറ്റെടുത്തിട്ട് വില കിട്ടാതെ വിഷമിക്കുകയാണവർ. എത്ര കർഷകരാണ് ഈ സംഭരണ വില കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യയിലേക്ക് നീങ്ങിയത്? നമ്മുടെ തീരമേഖലയെ ആകെ തകർത്തു. വ്യവസായങ്ങൾ ആകെ തകർത്തു. പരമ്പരാഗത വ്യവസായങ്ങൾ, കയറ്, കൈത്തറി എല്ലാം തകർന്നുപോയി ഭരണത്തിന് കീഴിൽ. പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി. പിൻവാതിൽ നിയമനമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുക, പിന്നെ കുറച്ച് സാമ്പത്തിക നേട്ടം മുൻനിർത്തിയുള്ള നിയമനങ്ങൾ. അയോഗ്യത സാധാരണ രീതിയിൽ PSC അയോഗ്യത കൽപ്പിക്കാവുന്ന ആളുകളെ നിയമവിരുദ്ധമായി തിരികെ കയറ്റുക. എത്ര പേരെ? ലക്ഷക്കണക്കിന് പേരെയാണ് തിരികെ കയറ്റിയത്. പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി മാറ്റി. പൊതുപണം കൊള്ളയടിക്കുന്ന ഇതുപോലൊരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായില്ല. പൊതുപണം ദൂർത്തടിക്കുന്ന ഇതുപോലൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷൻ സമയത്തിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ കൊടുക്കും. തെരഞ്ഞെടുപ്പ് വരണം. തെരഞ്ഞെടുപ്പ് വന്നാലേ ഈ സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കൂ, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഒന്നും കൊടുക്കില്ല. അതേ സമയത്ത് ആർഭാടത്തിന് വല്ല കുറവുണ്ടോ? ഞാൻ ആലോചിക്കുകയാണ്, ആർഭാടത്തിന് കുറവില്ലാതെ പൊതുപണം ഇത്രമാത്രം ദുർവിനിയോഗം ചെയ്യുന്ന ഒരു സംവിധാനം. സർക്കാരിന്റെ പണം മാത്രമല്ല കൊള്ളയടിക്കുന്നത്, ജനങ്ങളുടെ പണം മാത്രമല്ല കൊള്ളയടിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിലെത്തി സ്വാമി അയ്യപ്പന്റെ സന്നിധാനത്തിൽ തങ്ങളുടെ കാണിക്ക സമർപ്പിച്ച് സായുജ്യമടയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ സായുജ്യമടയുന്ന ആ മഹാക്ഷേത്രം, ആ ക്ഷേത്ര സമ്പത്ത് എത്ര സംഘടിതമായിട്ടാണ് കൊള്ളയടിച്ചത്. ആ ക്ഷേത്ര സമ്പത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യമൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പിന്നീട് അവരുടെ മേലും സർക്കാരിന്റെ സമ്മർദ്ദം വന്നിരിക്കണം. കാരണം അകത്തു പോകുന്നതൊക്കെ CPM നേതാക്കളാണ്, ചില്ലറക്കാരല്ല, വൻ നേതാക്കളാണ്. അകത്തു പോകുന്നതൊക്കെ CPM അനുഭാവികളായ, അവർക്ക് വേണ്ടപ്പെട്ടവരായ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ കൃത്യസമയത്ത് കുറ്റപത്രം നൽകാതെ കാലതാമസം വരുത്തി എല്ലാവർക്കും സ്വാഭാവികമായ ജാമ്യം കിട്ടി. എല്ലാവരും പുറത്തായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓരോ ഘട്ടങ്ങളിലും ഇത് ചൂണ്ടിക്കാണിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മേലുണ്ടോ എന്ന് കൃത്യമായി അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ചൂണ്ടിക്കാണിച്ചു. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല, അതൊന്നും ഒരു ഘടകമല്ല. ഇത്രയേറെ കൊള്ള വ്യാപകമായി നടത്തി
കഴിവോടുകൂടി അതെല്ലാം SIT ആദ്യഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നു. ഹൈക്കോടതി അതെല്ലാം ഇടപെട്ടിരുന്നു. പക്ഷേ കുറ്റപത്രം നൽകാതെ എല്ലാവരെയും പുറത്തു വിട്ടു, സ്വതന്ത്രരാക്കിയ പ്രശ്നം. കേരളത്തിന് അപമാനകരമായി ലോകത്തിന്റെ മുന്നിൽ കൊച്ചു കേരളം അപമാനം കൊണ്ട് തലകുനിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെയെല്ലാം ഈ സർക്കാർ ഉണ്ടാക്കിയത്.